മാർക്സിസം ലെനിനിസം എന്നത് കേവലം ഒരു തത്വശാസ്ത്രം മാത്രമല്ല, ഓരോ രാജ്യത്തെയും മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രയോഗിക്കേണ്ട ഒരു ശാസ്ത്രമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ചൈനയിലെ കേന്ദ്ര പാർട്ടി സ്കൂളിൽ നടത്തിയ പ്രഭാഷണത്തിൽ വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രപരമായ അനുഭവങ്ങളെയും സൈദ്ധാന്തിക വെല്ലുവിളികളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ലോകമെമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സൈദ്ധാന്തിക കേന്ദ്രത്തിൽ നടത്തിയ പ്രസംഗം എന്ന നിലയിൽ ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മാർക്സിസത്തിന്റെ തത്വം ഒരു പൂർണ്ണമായ സിദ്ധാന്തമല്ലെന്നും മറിച്ച് എല്ലാ ദിശയിലും സോഷ്യലിസ്റ്റുകൾക്ക് വികസിപ്പിക്കാനാകുന്ന ഒരു ശാസ്ത്രത്തിന്റെ അടിത്തറയായി വേണം അതിനെ പരിഗണിക്കേണ്ടതെന്നും ലെനിൻ പറഞ്ഞിട്ടുണ്ട്. MA ബേബി ഈ ലെനിന്റെ കാഴ്ചപ്പാടിനെ ഊന്നി പറഞ്ഞു. കാലം മാറുമ്പോൾ സമൂഹത്തിന്റെ ഘടനയിലും ഉൽപാദന ബന്ധങ്ങളിലും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാർക്സിസ്റ്റ് തത്വങ്ങളെ നവീകരിക്കേണ്ടതും വികസിപ്പിക്കേണ്ടതും ഓരോ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. യാന്ത്രികമായ പകർത്തലുകൾ വിപ്ലവ പ്രസ്ഥാനങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുമെന്ന ചരിത്രപരമായ പാഠവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാർക്സിസ്റ്റ് തത്വങ്ങളുടെ പ്രായോഗിക പ്രയോഗത്തിന് ലെനിൻ നൽകിയ ഏറ്റവും മികച്ച ഉദാഹരണമായി MA ബേബി ചൂണ്ടിക്കാട്ടിയത് 1921 നടപ്പാക്കിയ പുതിയ സാമ്പത്തിക നയമാണ്. ഏറെ ചെറുപ്പമായിരുന്ന സോവിയറ്റ് രാഷ്ട്രീയത്തിന്റെ മാറിയ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു ആ നയം. പ്രധാനമായും ചെറുകിട ഉൽപാദന സമൂഹത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള മാറ്റം നേരിട്ട് സാധ്യമല്ലെന്ന് ലെനിൻ തിരിച്ചറിഞ്ഞു. അതിനാൽ സോഷ്യലിസത്തിലേക്കുള്ള ഒരു പാലമായി മൂലധനത്തെയും ചെറിയ തോതിലുള്ള കമ്പോള സംവിധാനങ്ങളെയും ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് ലെനിൻ പ്രഖ്യാപിച്ചു. ഇത് ലെനിന്റെ സൈദ്ധാന്തികമായ ധൈര്യത്തെയും പ്രായോഗിക സമീപനത്തെയും എടുത്തു കാണിക്കുന്നു. വിപ്ലവാനന്തരമുള്ള സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളെ മറികടന്ന് സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെ അടിത്തറ ബലപ്പെടുത്താൻ NEP സഹായിച്ചു. ഓരോ രാജ്യവും അതിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന്റെ നിലവാരം കണക്കിലെടുത്ത് വിപ്ലവത്തിന്റെ രൂപരേഖ തയ്യാറാക്കണമെന്ന മാർക്സിസ്റ്റ് പാഠമാണ് NEP മുന്നോട്ട് വെച്ചത്. പിന്നോക്ക രാജ്യമായിരുന്ന റഷ്യയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലും ചൈനയിലും അടക്കം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപം കൊണ്ടത്. എന്നാൽ ഈ പാർട്ടികൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ അനുഭവങ്ങൾ അപ്പടി പകർത്തുകയല്ലായിരുന്നു, മറിച്ച് അതാത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസൃതമായി മാർക്സിസം ലെനിനിസത്തെ നടപ്പാക്കാനാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിച്ചത്. ഈ തനത് പാതയെക്കുറിച്ചുള്ള അന്വേഷണം മാർക്സിസത്തെ ഒരു ആഗോള ശാസ്ത്രമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഈ പ്രയോഗത്തിന്റെ ഏറ്റവും തിളക്കമാർന്ന ഉദാഹരണമായിരുന്നു ചൈനീസ് വിപ്ലവം. ചൈനയിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ മാവോ സേതുങ് ശരിയായി വിലയിരുത്തി. സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പരമ്പരാഗത ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകരാകും വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്നത് തനത് നിലപാടിലെത്താൻ മാവോയ്ക്ക് സാധിച്ചു. വലിയൊരു വിഭാഗം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ തന്ത്രം വിജയിച്ചതിന്റെ ഫലമായി ജപ്പാൻ അധിനിവേശത്തിന്റെ പരാജയത്തിന് പിന്നാലെ 1949 വിജയകരമായ സോഷ്യലിസ്റ്റ് വിപ്ലവം ചൈനയിൽ സാധ്യമായി. വിപ്ലവാനന്തരം അതിവേഗം പുരോഗമിച്ച ചൈന ഇന്നിപ്പോൾ ലോകത്തെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. ആഗോള വളർച്ചയുടെ 30% ചൈനയുടെ സംഭാവനയാണ്. ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യം എന്നോണം ആഗോള മുതലാളിത്തം നിലവിൽ അവരുടെ നിലനിൽപ്പിന് ആശ്രയിക്കുന്നതും സോഷ്യലിസ്റ്റ് ചൈനയാണ്. ഉൽപാദനത്തിന്റെയും വിപണിയുടെയും കാര്യത്തിൽ ചൈന ലോക സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായി മാറിയത് സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള സാമ്പത്തിക നയങ്ങളുടെ വിജയമാണ്. MA ബേബി തന്റെ പ്രഭാഷണത്തിൽ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ ചൈനയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് എടുത്തു പറഞ്ഞു. ഇന്ത്യയിൽ ജാതി വിവേചനം, മതവംശ വൈവിധ്യം, വിവിധങ്ങളായ ദേശീയതകൾ തുടങ്ങിയ അതീവ സങ്കീർണവും വൈവിധ്യപൂർണവുമായ സാഹചര്യങ്ങളെയാണ് CPIM അഭിമുഖീകരിച്ചത്. ഈ വൈജാത്യങ്ങൾ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് ഒരുപോലെ അവസരങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ചൈനയുടെ സോവിയറ്റ് യൂണിയന്റെയും അനുഭവങ്ങൾ യാന്ത്രികമായി പകർത്താതെ വിപ്ലവത്തിന്റെയും സോഷ്യലിസത്തിന്റെയും തനത് പാതയ്ക്ക് രൂപം നൽകേണ്ടതുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാർക്സിസം ലെനിനിസത്തെ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നാണ് CPIMന് മുന്നിലുള്ള ഏറ്റവും വലിയ തത്വാധിഷ്ഠിത വെല്ലുവിളികളും അതോടൊപ്പം പ്രായോഗികമായ ആവശ്യകതയും. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ഘടനയുടെ സങ്കീർണതകൾ മാർക്സിസ്റ്റ് വിശകലനങ്ങളെ കൂടുതൽ മൂർച്ചയുള്ളതാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഈ വെല്ലുവിളികളെ നേരിട്ട് വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ഇന്ത്യയെ നയിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് ബീബി പറഞ്ഞു. ഈ ആത്മവിശ്വാസം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രപരമായി മുന്നോട്ട് വെച്ച സൈദ്ധാന്തികവും പ്രായോഗികമായ നിലപാടുകളിൽ അധിഷ്ഠിതവുമാണ്. വിപ്ലവം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ലെന്നും ഓരോ സാമൂഹിക ഘടനകളെല്ലാം മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും CPIM വിശ്വസിക്കുന്നു. മാർക്സിസം ലെനിനിസത്തെ ഒരു അടഞ്ഞ പുസ്തകമായി കാണാതെ നിരന്തരം വികസിക്കുന്ന ഒരു മാർഗദർശിയായി കാണുന്ന ഈ സമീപനമാണ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വിജയം കാണാനുള്ള പ്രധാന താക്കോലെന്നും MA ബേബി തന്റെ പ്രഭാഷണത്തിൽ അടിവരയിട്ട് പറഞ്ഞു.